ഹായ് ഓൾ, ഞങ്ങളുടെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. ഇതുവരെ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ ചുറ്റി കറങ്ങിയിട്ടുണ്ട് കല്യാണത്തിന് ശേഷം. പക്ഷെ ഒന്നും ഞങ്ങളങ്ങനെ വ്ളോഗായിട്ട് എടുക്കുകയോ വീഡിയോ എടുക്കുകയോ യൂട്യൂബിലിടുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ഞങ്ങളുടെ ഒരാൾ കൂടിയുണ്ട്. ഇപ്പം ഞങ്ങൾ വിചാരിച്ചു പോകുന്ന വീഡിയോസൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സിറ്റുവേഷനിലുള്ള കുറേ പേരുണ്ടാവും, അവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടത് ഒരു കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ. ഇവനിപ്പം 3 മാസമായി. ഇവൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്. അധികം ദൂരമല്ല, നമ്മൾ ബാംഗ്ലൂർ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ 1 അവർ ജേണി അത്രേ ഉള്ളൂ. ഒരു റിസോർട്ടാണ്, അവിടെയൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി. ആനിവേഴ്സറിയാണ്. അതെ, കഴിഞ്ഞ ആനിവേഴ്സറി ഞങ്ങൾ ലോനാവാല ആയിരുന്നു പോയത്. അപ്പോൾ ഇവൻ ഉള്ളത് കൊണ്ട് നമ്മൾ അടുത്തുള്ളൊരു സ്ഥലം പിടിച്ചു. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റുന്ന ഒരു ദൂരം, ഒരു 1 അവർ ജേണി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബാക്കി ചെന്നിട്ട് കാണാം. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത അങ്കിത് വിസ്ത റിസോർട്ട്സ്. ഇത് മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡ് കയറി നമ്മൾ ഉള്ളിലേക്ക് പോകണം. ഒരു 1.5 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് പോകണം. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് റിസപ്ഷൻ. ഇതിനുള്ളിൽ കയറണം, ഉള്ളിൽ കയറി ചോദിക്കണം. എത്തിയിരിക്കുകയാണ്. മൊത്തത്തിൽ അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ഭംഗിയുണ്ട്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ റൂം പോയി സെറ്റ് ചെയ്തിട്ട് സാധനമൊക്കെ എടുത്തിട്ട് വന്നിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ. കൊള്ളാം, വീഡിയോഗ്രാഫർ. ഇതാണ് ബെഡ്. ഇവിടെ ഒരു TV ഉണ്ട്, സീലിംഗ് എ സി ഉണ്ട്, ഒരു മിറർ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഓക്കെ, സ്ലൈഡിങ് ആണ്. ഇതുവരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയ അത്യാവശ്യം നല്ലൊരു ബാൽക്കണി ഉണ്ട്. കോമൺ ആണ് ബാൽക്കണി, സ്ട്രെയിറ്റ് അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇതാണ് ബാത്റൂം, നല്ല ബാത്റൂമാണ് അത്യാവശ്യം. ഇതാണ് ഇവിടുത്തെ അഡ്വഞ്ചർ അറീനയിലേക്കുള്ള വഴി. നമ്മുടെ റിസപ്ഷന്റെ തൊട്ട് പുറകിലായിട്ട് തന്നെയാണ്. അതിലും അഡ്വഞ്ചറസ് ആയിട്ടാണ് ഇവിടെ ഒരു വണ്ടി ഓടിക്കുന്നത്. ഇവിടെ ATV അഡ്വഞ്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? 13 ഹൈ റോപ്പ് ആക്ടിവിറ്റീസ്, നെറ്റ് ക്രിക്കറ്റ് ബോളിംഗ് മെഷീൻ, സ്കൈ സൈക്ലിംഗ്, വാട്ടർ സോർബിംഗ്, സിപ്പ് ലൈൻ. ആള് നല്ലോണം ഇത് കയറിയതിന് ശേഷം പുള്ളി കരഞ്ഞിട്ടില്ല. ഒരു തവണ ഉറങ്ങി. നല്ലപോലെ കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മൾ ഉദ്ദേശം അത് തന്നെയായിരുന്നു, പൊല്യൂഷനൊന്നും ഇല്ലാതെ ഇവനെ കുറേ നേരം ഇങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ട് നടത്തി കാഴ്ചകളൊക്കെ കാണിക്കണമെന്ന്. ശരിക്കും സ്റ്റോളറിന്റെ ഉപയോഗം വളരെ നല്ലൊരിതാണ്. നമ്മളിത് ആദ്യം ഇത്ര ഇതിനൊരു യൂസ് ഉണ്ടാവുമെന്ന് കരുതിയില്ല. ഇവന് പൊതുവെ സ്ഥലങ്ങൾ കാണാനുള്ളൊരു താല്പര്യവും, നമ്മൾ എടുത്താൽ തന്നെ നമ്മുടെ കയ്യിലിരുന്ന് ചുറ്റും കറങ്ങി നോക്കും. അപ്പൊ ഇതുണ്ടെങ്കിൽ അവൻ കാഴ്ചകൾ കണ്ട് കടന്നോളുമല്ലോ എന്നുള്ളൊരു ഇതില് വാങ്ങിയതാണ്. പക്ഷെ ആളതിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇപ്പൊ കുറെ നേരം അത് ഉരുണ്ട് അതിന്റെ ആട്ടത്തിൽ ഉറങ്ങിപ്പോയി. പക്ഷെ നമുക്കും പ്രശ്നമില്ല, എവിടെ പോയാലും ഇത് ഉന്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. ആണ് ഇവിടുത്തെ കുക്ക് ഹൗസ്. അടിപൊളി ഫുഡായിരുന്നു ഉച്ചയ്ക്ക്. ബൊഫേ സിസ്റ്റമാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്ലേറ്റിന് 500-550 എങ്ങാണ്ടാണ് ഇവിടുത്തെ റേറ്റ്. നമ്മൾ ഇൻഡോർ ജിമ്മുണ്ട്. ആ ജിമ്മ് നമ്മൾ റൂമിന്റെ പാക്കേജ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് ആക്സസ് കിട്ടും. അതിന്റെ ഇപ്പോൾ
നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ ന്യൂ ബോണിനെ കൊണ്ട് പോകുമ്പോൾ ചെയ്യേണ്ട കുറച്ച് പ്രിക്കോഷൻസ്. അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല ആദ്യമേ. അതിപ്പോൾ ഒന്ന് കവർ ചെയ്യാം എന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് ഏറ്റവും ആദ്യം നമ്മൾ ഇവൻ്റെ കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ഡ്രസ്സാണ്. നമ്മൾ എങ്ങനെ പോലെ ഒരു 4 ജോഡി ഡ്രസ്സെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ റോംബേഴ്സ് ടൈപ്പ് ഇവനെ നമ്മളിപ്പോൾ അണിയിപ്പിച്ചിരിക്കുന്ന ഈ ടൈപ്പാണ് ഏറ്റവും കംഫർട്ടബിൾ. കാര്യം കുഞ്ഞിനെ കൊതു കുത്താതെയും അവന് ഫുൾ കവറായിരിക്കും ബോഡി, ഭയങ്കര കംഫർട്ടബിളും ആയിരിക്കും. അത് നമ്മളൊരു 3 ജോഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവന് ആവശ്യമായിട്ടുള്ള മെഡിസിൻ, എമർജൻസി സിറ്റുവേഷനിൽ ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് എല്ലാം നമ്മൾ കൊണ്ടുവരണം. അതിനകത്ത് കുഞ്ഞിൻ്റെ പാരസെറ്റമോൾ സിറപ്പ്, ഇൻ കേസ് നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ അവൻ എന്തെങ്കിലും ടെമ്പറേച്ചർ വേരിയേഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ, ഇത് കമ്പൽസറി അല്ല എന്നാൽ പോലും നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന ചെറിയൊരു മെഷീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാരസെറ്റമോൾ സിറപ്പ്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും കൊടുക്കേണ്ട വൈറ്റമിൻ D3 ഇത്, പിന്നെ ഒരു ചെറിയ നേസൽ ഡ്രോപ്പ്. ട്രാവലിങ്ങിനിടയ്ക്ക് ചിലപ്പോൾ മൂക്ക് അടയാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന നേസൽ ഡ്രോപ്പ്. ഇതെല്ലാം നമ്മളൊരു എമർജൻസിക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ വെച്ചേക്കുക, ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ മാത്രം. അതുപോലെ പാമ്പേഴ്സ്, അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, പാമ്പേഴ്സ്, പിന്നെ വൈപ്സ്, ഇതെല്ലാം കമ്പൽസറി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിരുന്നു. കാര്യം നമ്മൾ പുറത്ത് നമ്മൾ റൂം എടുത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ ക്ലീൻനെസ് നമ്മൾ എത്ര നല്ല റൂം എടുത്തെന്ന് പറഞ്ഞാലും കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് അതിലാണ് അവനെ കിടത്തിയത്. അതുപോലെ തന്നെ ഞങ്ങൾ കരുതിയൊരു സംഭവമാണ് നമ്മുടെ കെറ്റിൽ, വെള്ളം ചൂടാക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സാഹചര്യത്തിൽ കുഞ്ഞിനെ കുളിപ്പിക്കണമെങ്കിൽ എല്ലായിടത്തും ചൂടുവെള്ളം കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമുക്ക് എത്ര നല്ല വെള്ളമാണ് വരുന്നതെന്ന് നമ്മൾ വലിയവരെ പോലെ അല്ലല്ലോ കുട്ടികൾ. അതുകൊണ്ട് നമ്മൾ മിനറൽ വാട്ടർ കൊണ്ടുവന്ന് അതിൽ തിളപ്പിച്ച് അത് വെച്ച് അവനെ ദേഹം കുളിപ്പിച്ചില്ല, ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക മാത്രമാണ് ചെയ്തത്. കാര്യം നാളെ നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കുളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇന്ന് ജസ്റ്റ് അതിൽ വെള്ളം ചൂടാക്കി അവനെ ഒന്ന് തുടപ്പിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് അവൻ. ഇന്ന് നല്ലോണം എൻജോയ് ചെയ്തു അവൻ്റെ ട്രിപ്പ്. ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ അവൻ വഴക്കോ ബഹളോ ഒന്നും ഇല്ലാണ്ട് നല്ലോണം എൻജോയ് ചെയ്തു. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളി പാസ്സാക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇവിടെ 7 o'clock തൊട്ടാണ് പൂള് ഓണാകുന്നത്. പക്ഷെ നമ്മൾ ഇച്ചിരി രാവിലെ നല്ല തണുപ്പായിരുന്നുകൊണ്ട് കുറച്ചൊന്ന് വെയിലായിട്ട് വരാമെന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ്. അവർ രാവിലെ പൂളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഇവിടെ ക്ലീനിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ വെള്ളം അല്ലെങ്കിലും ക്ലീൻ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ഇലകൾ വീഴുന്നത് അവരെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മോനാണെങ്കിലും രാവിലെ ഹാപ്പി ആയിട്ട് അവൻ്റെ വണ്ടിക്കകത്ത് കയറി കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തത്തിൽ നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ചെയ്തേക്കുന്നത് ഇവർ. തൊട്ടടുത്ത് തന്നെ ചേഞ്ചിങ് റൂമുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് നമ്മളെ റൂമിലേക്കുള്ള ആക്സസ് ഉണ്ട്. മെയിൻ എൻട്രൻസ് വഴി അല്ലാതെ സൈഡിൽ കൂടെ വഴിയുണ്ട്, നമുക്കത് വഴി പോകാം. അപ്പോൾ ഇതാണ് റിസപ്ഷന് തൊട്ട് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ പ്ലേ ഏരിയ. ഏരിയ മീൻസ് ഇവിടെ കുറേ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, ഇനി ഞങ്ങൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ കുട്ടീനെ കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെയാണ്, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്കും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അത് ഞങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും ഞങ്ങളുടെ അടുത്ത ട്രിപ്പിന്. അപ്പോൾ